ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനേ ഇപ്പം നിങ്ങളെ ഒന്ന് പരിചയപ്പെടാം. അതായത് നമുക്കറിയാം നിരവധി റോഡുകൾ ഗ്രാമപ്രദേശങ്ങളിൽ സഞ്ചാരയോഗ്യമായിട്ട് പുതിയതായിട്ട് നിർമ്മാണം പൂർത്തിയായി കിടപ്പുണ്ട്. അതിൽ നല്ല റോഡുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന പത്തനംതിട്ടയും കോട്ടയം ബോർഡർ, അതായത് പ്രത്യേകിച്ച് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഇല്ല കടൂർക്കട, അതായത് മണിമല പഞ്ചായത്തിലേക്കും അത് വെള്ളാവൂർ പഞ്ചായത്തിലേക്കും കയറുവാൻ. അപ്പം ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. നമ്മൾ കൂടുതലായിട്ടുള്ള പ്രൈവറ്റ് ബസ് സർവീസുകൾ ഇപ്പോൾ പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതായത് ഇപ്പം വെള്ളാവൂർ പഞ്ചായത്തിൽ നമുക്കറിയാം മണിമലേത് കടൂർക്കടവ് പാലം വഴി, വലിയ പാലമുണ്ട് കേട്ടോ. ആ പാലം വഴി ഇതുവഴി ഇപ്പം ഞാനീ പറയുന്ന പള്ളിപ്പടി ആലപ്പുറക്കാട് റോഡാണ് കേട്ടോ. പുതിയതായിട്ട് 6 മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയായ റോഡായിരുന്നു. ഇതുവഴി ഒരു പുതിയ ബസ് സർവീസ് ആരംഭിച്ചാൽ തീർച്ചയായിട്ടും പൊന്തമ്പഴയ്ക്ക് ചുങ്കപ്പാറ ചുറ്റി പോകുന്നതിലും ഏതാണ്ട് 3.5 കിലോമീറ്റർ വ്യത്യാസമുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ, കുടുംബങ്ങൾ ഇടതിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയും കൂടാണ്. പ്രൈവറ്റ് ബസ്സുകൾക്കൊക്കെ നല്ലൊരു ഗുണമാണ്, പ്രത്യേകിച്ച് യാത്രക്കാരൊക്കെ ഉണ്ടാകും. നല്ല റോഡാണ് കേട്ടോ. ഇവിടുന്ന് ഒരു കഷ്ടിച്ചൊരു 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടാങ്ങാൽ പള്ളിപ്പടി ആലപ്പുറ റോഡ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി. കോട്ടാങ്ങാൽ പള്ളിപ്പടി പുല്ലാന്നിപ്പാറ ആലപ്പുറ റോഡ്. ഈ ആലപ്പുറ കഴിഞ്ഞാൽ പൊന്തമ്പഴയാണ് കേട്ടോ. ഈ റോഡിന് അതായത് ഒരു പുതിയ പെർമിറ്റ് ബസ്സുകൾ എടുത്താൽ തീർച്ചയായിട്ടും നല്ലൊരു ഉപകാരപ്പെടും. പ്രത്യേകിച്ച് അതായത് ചുങ്കപ്പാറ ടച്ച് ചെയ്യാതെ, അതായത് മേലേക്കവല വഴി അങ്ങ് പൊന്തമ്പഴയ്ക്ക് ചാടാം. ശബരിമല റൂട്ടുമാണ്. അതുപോലെ തന്നെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ചെല്ലാൻ പറ്റും. 2 സൈഡും, അതും പത്തനംതിട്ട കോട്ടയം ജില്ലകൾ സംഗമിച്ച് കിടക്കുന്ന ഈ പ്രദേശത്ത് വെള്ളാവൂർ മണിമല പഞ്ചായത്തുകൾ കേട്ടോ, വെള്ളാവൂർ മണിമല പഞ്ചായത്തുകൾ പ്രതികരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവഴിയുള്ള ബസ് സർവീസ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ബസ് പെർമിറ്റുകൾ നമുക്കറിയാം. നമ്മുടെ ബഹുമാനിയെന്ന് പറഞ്ഞാൽ അതുപോലെ ബഹുമാനിയെന്ന് നമ്മൾ പറയേണ്ടി വരും ഉടനടി വാർത്ത. കാരണം അദ്ദേഹത്തിന് മന്ത്രി ഗണേഷ് കുമാർ സാറ് ഗ്രാമപ്രദേശങ്ങളിലെല്ലാ ബസ്സുകളും എല്ലാ നാട്ടുകാർ ഒരു കാരണവശാലും യാത്രാക്ലേശം വരാൻ പാടില്ല എന്നുള്ള ഒറ്റ കണക്കിലെടുത്ത് എല്ലായിടത്തും കൂടുതൽ ബസ് സർവീസ് ആരംഭിച്ചു. അതിനനുസരിച്ചുള്ള ഗുണം പ്രൈവറ്റ് ബസ്സുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ ആലപ്പുറക്കാട്, അതായത് ആലപ്പുറയിൽ നിന്ന് വരുന്ന കോട്ടാങ്ങാക്ക് തിരിയുന്നുള്ള ഭാഗമാണിത് കേട്ടോ. മല്ലപ്പള്ളി, ഇത് നേരെ ഇവിടുന്ന് കോട്ടാങ്ങാൽ ചെന്ന് കഴിഞ്ഞാൽ മല്ലപ്പള്ളിക്ക് പോകാം. നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ മണിമലയ്ക്കും പോകാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബസ് സർവീസ് ആരംഭിക്കാതെ, പ്രത്യേകിച്ച് ബസ് സർവീസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രൈവറ്റ് ബസ് മുതലാളിമാർ ഇതുകൂടെ ഒന്ന് പരിഗണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പ്രയോജനമായിരിക്കും, ഇവിടുത്തെ നാട്ടുകാർക്കും പ്രയോജനമായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഇതും ക്രിസ്ത്യൻ ചർച്ച കേട്ടോ. പള്ളിപ്പടി, ഈ ബടാണ് പള്ളിപ്പടി കേട്ടോ. ഓക്കെ, താങ്ക് യു.